തീയായി രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളൊരു പ്രസ്താവനയ്ക്ക് തീയായി നട്ടലോടുകൂടി ഫേസ്ബുക്കിനകത്തൊരു വീഡിയോ പങ്കുവെച്ച്, ഉമ്മൻചാണ്ടിയുടെ ഒരു വീഡിയോ പങ്കുവെച്ച് അതിനകത്തൊരു ക്യാപ്ഷനും പങ്കുവച്ചേക്കുന്നത് ഞാൻ കാണുകയുണ്ടായിട്ട്. അതൊക്കെ കാണുമ്പോഴാണ് ഈ ഒരു പ്രസ്ഥാനത്ത്, കോൺഗ്രസ് പ്രസ്ഥാനത്ത് ഇതുപോലുള്ളൊരു നട്ടലുള്ളൊരു നേതാവ് വേണം എന്ന് നമ്മൾ, ഇതുപോലുള്ളൊരു നേതാവിൻ്റെ ഒരു കുറവ് ഈ ഒരു പ്രസ്ഥാനത്ത് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടം ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, തിരിച്ചെടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, പ്രതിഷേധിക്കുന്ന ആളുകളൊക്കെ ഒരു ലൈക്ക് കൊടുത്തേരെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കണമെന്ന് എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ച് കയറി വരിക തന്നെ ചെയ്യണം, തിരിച്ചെടുക്കുക തന്നെ ചെയ്യണം. കാരണം രാഹുൽ എന്നൊരു വ്യക്തിയുടെ ഒരു കുറവ് ഈ ഒരു പ്രസ്ഥാനത്തുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പോരായ്മ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ നോക്കിയേ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു അടിമയെന്ന് തന്നെ വിളിക്കണം, അയാളെ പ്രതികരണം വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം വെച്ച് തരാം. രാഹുൽ ഷെയർ ചെയ്തേക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ വീഡിയോ വെച്ച് തരാം, പിണറായി വിജയൻ പറയുന്നത് വെച്ച് കാണിക്കാം. അതുമാത്രമല്ല, ആ ചോദ്യം ചോദിച്ച ആൾ നല്ല ഒന്നാന്തര അടിമക്കണ്ണ്, ഒന്നാന്തര അടിമയെന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ മറുപടി വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ എല്ലാം കൂടെ ചേർത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഉറപ്പായിട്ടും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ വെക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നിങ്ങൾ നോക്കിക്കോണം, രാഹുൽ എന്നൊരു വ്യക്തി നട്ടലുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിന് പ്രസ്ഥാനത്തിൻ്റെ അകത്തിരുന്നാലും പ്രസ്ഥാനത്തിന് പുറത്തിരുന്നാലും പ്രതികരിക്കേണ്ട സമയത്ത് അതിന് ആരാണെങ്കിലും, മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ പോലും പ്രതികരിച്ചിരിക്കും. ഈ ഒരു പ്രസ്ഥാനത്ത് ഇപ്പോൾ എത്ര ആളുകൾ നട്ടലുള്ള ആളുകളുണ്ട്? കോൺഗ്രസ് പ്രസ്ഥാനത്ത് എത്ര ആളുകൾ നട്ടലുള്ള ആളുകളുണ്ട്? ഒരുത്തനുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനല്ലാതെ ഒരുത്തനും ഒരു നട്ടലില്ല. എത്ര ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു? എത്ര ആളുകൾ ഉമ്മൻചാണ്ടി, ഇതൊക്കെ കാണുമ്പോഴാണ് ആ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ ഓർത്തു പോകുന്നത്. ഇപ്പോഴും ആ മനുഷ്യനെ ആളുകൾ ഓർക്കുന്നുണ്ടെങ്കിൽ അയാളെ ഒരു നല്ല മനസ്സുകൊണ്ടാണ്. ആ ഒരു മനുഷ്യൻ എന്നൊരു നമ്മളൊക്കെ കൊടുത്തൊരു ലേബലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇപ്പോഴും ആ വ്യക്തിയെ ഓർക്കുന്നത്, മരിച്ചു പോയിട്ടും. ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ഓർത്തു പോകുന്നത്. അപ്പോൾ എന്തായാലും തീയായി രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിനകത്ത് പങ്കുവച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ വയ്ക്കാം, ഉമ്മൻചാണ്ടിയുടെ. അപ്പോൾ അതിനകത്ത് രാഹുൽ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടിയുടെ ആ ഒരു വീഡിയോ പങ്കുവച്ചിട്ട്, ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ 2016 ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷൻ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ ആ ചോദ്യം വളരെ സ്നേഹത്തോടു കൂടി ആ ചോദ്യം ഏറ്റെടുത്ത് അതിനെ മറുപടി പറയുന്നൊരു മുഖ്യമന്ത്രിയാണ്, ജനങ്ങളുടെ നേതാവിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പിണറായി വിജയനെ നമ്മൾ കണ്ടയാണല്ലോ, രായാവ് ആജ്ഞാപിക്കും, പ്രജകൾ അത് കേട്ടോണം, എന്തല്ലേ. അപ്പം ഞാൻ ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. പലരും ചോദിക്കുന്ന, അടുത്ത വട്ടം വോട്ട് പിടിക്കാനെ കൊണ്ട് വീട്ടിൽ വരുമ്പോൾ ഞങ്ങളും പറയാം, വീട്ടിൽ പോയി അങ്ങ് ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ ആ വ്യക്തിയുടെ ചോദ്യം എന്താണെന്ന് കേൾക്കാൻ പോലും, അല്ലെങ്കിൽ അതൊന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒരു മുഖ്യമന്ത്രിയാണ്, നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന ജനപ്രതിനിധിയാണ്. അപ്പോൾ അവരൊക്കെ നമ്മളൊരു ചോദ്യത്തിന് ആൻസർ പറയാനെ കൊണ്ട് ആൻസറബിൾ ആയിരിക്കണം, ഏത് സമയത്താണേലും, അല്ലേ? ആയിരിക്കണം. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. അയാളൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേ അങ്ങ് നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കടാന്ന് പറഞ്ഞൊരു ശൈലി ഉണ്ടല്ലോ, അതൊരിക്കലും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും ഞാൻ അതിവിടെ വെച്ച് തരാം, അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം. പിണറായി വിജയനോട് ആ ഒരു അടിമക്കണ്ണ്, എനിക്കിവിടെ എൻ്റെ കയ്യിൽ വാഴപ്പിണ്ടി ഇല്ല, അല്ലെങ്കിൽ ഞാനൊരു വാഴപ്പിണ്ടി എടുത്ത് ഞാൻ ആർക്ക് കൊടുത്തേനെ, നട്ടലിന് വരെ അതൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രതികരണം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പം പിണറായി വിജയനോട് ചോദിക്കുന്ന ചോദ്യം, ആ പിണറായി വിജയൻ പറയുന്ന മറുപടി, ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CMA ഒരു ചോദ്യമെന്ന് പറഞ്ഞ ആളോടാണ് മുഖ്യമന്ത്രിയുടെ ഈ വിധത്തിലുള്ള പ്രതികരണം. കോന്നി തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് വേദി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോഴാണ് ഉമ്മൻചാണ്ടി ഒന്ന് ഓർത്തു പോകുന്നത്.
രായാവ് 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 തന്നെയാണ് അല്ലേ? അടിമകൾ തന്നെ. ഇനി ഞാൻ ഈ ചോദ്യം ചോദിച്ച ആളെ എന്തായാലും വാർത്താ മാധ്യമങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടെത്തി. ദേവസി എന്ന് പറഞ്ഞൊരാളാണ്. പുള്ളി എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിച്ചത്? നിങ്ങൾക്ക് വിഷമമുണ്ടോ ആ ചോദ്യം ചോദിച്ചില്ല? അപ്പോൾ പുള്ളി പറയുന്ന മറുപടി, ഞാനങ്ങനെ ചോദിക്കാനേ പാടില്ലായിരുന്നു. ഞാൻ എന്തോ വലിയ മഹാപാപം, ഞാൻ വലിയ തെറ്റ് ചെയ്തു, എനിക്ക് പശ്ചാത്തപിക്കണം, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് അടിമക്കണ്ണിൻ്റെ മറുപടി. നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടു നോക്കേ. ഇവനൊക്കെ ഉണ്ടോ എന്ന് തന്നെ ഒരു സംശയമുണ്ട്. നട്ടലുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കും. നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന ആളുകളാണ് ഇവർ. അത് ഇനി MLA ആയിക്കോട്ടെ, വാർഡ് മെമ്പർ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരാണെങ്കിലും, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആണെങ്കിലും തന്നെ ജനങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് അവർ അതിലേക്ക് എത്തി നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം രാവും പകലും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാവും പകലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നട്ടപ്പാതിരയ്ക്ക് വിളിച്ചാൽ പോലും എടുത്ത് സംസാരിക്കാനുള്ള, അവരെ കാര്യങ്ങൾ ചോദിക്കാനും തിരക്കാനുമുള്ള ഒരു മനസ്സ് കാണിക്കണം. എന്നാൽ മാത്രമേ ഒരു ജനപ്രതിനിധി ആവത്തുള്ളൂ, ജനങ്ങളുടെ ജനസേവകനാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യനെ എവിടെ വെച്ച് കണ്ടാലും ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ തൊടാൻ, അദ്ദേഹവുമായിട്ട് സംസാരിക്കാം, അദ്ദേഹത്തെ വിളിക്കാം ഡയറക്റ്റ്. അതായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ആ മനുഷ്യനെ നമ്മൾ ഓർത്തു പോകുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു തീരാ നഷ്ടം തന്നെയായിരുന്നു. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഞാൻ അടിമക്കണ്ണിൻ്റെ വീഡിയോ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശിയാണ്. ഇപ്പോൾ ഇവിടെ വീട്ടിലൊറ്റയ്ക്കാണ് താമസം. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എന്തായിരുന്നു, മുഖ്യമന്ത്രി ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ മുഖ്യമന്ത്രിയുടെ ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദിക്കാനുണ്ടായ സാഹചര്യം, കാരണം വികസന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ശകലം എനിക്ക് ആവേശം തോന്നി. കാരണം 20,000 രൂപയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു, തുടർ ഭരണം കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം ഞാനൊരു തികഞ്ഞ CPM ഒരാൾ പാർട്ടി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് പാർട്ടിയെക്കുറിച്ച് ജീവ പാർട്ടി പ്രവർത്തനമാണോ? അതെ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം 20,000 രൂപയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു, 20,000 കോടിയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു. കാരണം തുടർ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം ഞാൻ പേപ്പർ ഒരു സാമാന്യം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പേപ്പറിൽ നിന്നുള്ള അറിവ് വെച്ച്, കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്ത് മുന്നോട്ട് അടുത്ത 5 വർഷം വികസനം ചെയ്യാൻ, കാരണം കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോൾ മുന്നോട്ടുള്ള വികസനം എങ്ങനെ നടക്കും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി എഴുന്നേരുന്നപ്പോഴത്തേക്ക് സഖാവെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അത് വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. വിഷമം ഉണ്ടാക്കിയോ? ഇല്ല, വിഷമമുണ്ടാക്കില്ല. കാരണം ഞാൻ ചോദിക്കാൻ പാടില്ലാത്തായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് ചോദിച്ചുകൂടെ? അല്ല, നമ്മൾ ഓരോ സിറ്റുവേഷൻ മനസ്സിലാക്കണം, സാഹചര്യം മനസ്സിലാക്കണം. പുള്ളിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. പ്രസംഗം തടസ്സപ്പെടുന്നില്ല. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ രസകരമായിട്ട് നമുക്ക് മറുപടി തരാമായിരുന്നില്ലേ? കാരണം ഇ കെ നായനാർ, കെ കരുണാകരൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാരും കേരളത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ സരസമായിട്ട് അവതരിപ്പിക്കും. ചേട്ടനും രസകരമായി ചോദിക്കുന്നു, മുഖ്യമന്ത്രിക്ക് മറുപടി തന്നുകൂടായിരുന്നു എന്ന് കരുതിയോ? അല്ല, ആ വേദി തെറ്റാണ്. ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് പൂർണ്ണമായിട്ട് എൻ്റെ തെറ്റാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞ അതിനപ്പുറമായിരുന്നു എന്നോട് കാരണം ആ സാഹചര്യത്തിൽ പറയേണ്ടത്. അപ്പോൾ ഇതിന് ശേഷമുള്ള യാതൊരു വിഷമവുമില്ല. ഇതിനുശേഷം ആ ചോദ്യം ചോദിച്ചു, മുഖ്യമന്ത്രി അങ്ങനെ മറുപടി നൽകുന്നു. അതിനുശേഷം അപ്പോഴുണ്ടായ സാഹചര്യം എന്താ? ആരെങ്കിലും ഒന്ന് പിടിച്ച് മാറ്റുമോ, അവിടെ മാറി നിൽക്കാൻ വല്ലതും പറഞ്ഞോ? ഇല്ല, ആരും വന്നില്ല. ഞാൻ തിരിച്ച് ആ കസേര തന്നെ ചെന്നിരുന്നു. അവിടെ നിന്ന് പൂർണ്ണമായിട്ട് പ്രസംഗം കേട്ടിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ അതിനുശേഷം പല ആളുകളും പറയുന്നുണ്ട്, ഈ പറഞ്ഞ നിങ്ങൾ മദ്യപിച്ചതിന് ശേഷമാണ് അവിടെ ചെന്ന് ഈ രീതിയിൽ ചോദ്യം ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ആ ആക്ഷേപത്തിനുള്ള മറുപടി എന്താണ്? അതെ, മദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് യാതൊരു വിഷമമില്ല, ചോദിക്കാൻ പാടില്ലായിരുന്നു, താൻ ചെയ്ത് തെറ്റാണെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതെ, ഞാൻ ചെയ്തത് തെറ്റാണ്, തീർച്ചയായിട്ടും തെറ്റാണ്. പാർട്ടി നേതാക്കൾ ആരും വിളിച്ചിരുന്നോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നു. ഞാനൊരു ഇപ്പോൾ ആർക്കും വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിച്ച തെറ്റാണോ? ചോദ്യം ചോദിച്ച തെറ്റല്ല, സാഹചര്യം തെറ്റാണ്. കാരണം ആ സാഹചര്യത്തിൽ ചോദിക്കാൻ പാടില്ലായിരുന്നു. അതാണ്. വിഷമമൊന്നുമില്ല? ഒരു വിഷമമില്ല. അപ്പോൾ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനമൊക്കെ? തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. ഇലക്ഷൻ പ്രചരണമല്ലേ, ഇലക്ഷൻ പ്രചരണത്തിന് നടക്കും, പോസ്റ്റർ ഒട്ടിക്കണം, ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വ്യക്തി ജീവിതമൊക്കെ? കഴിഞ്ഞ 25 വർഷമായിട്ട് പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് നാട് കേന്ദ്രീകരിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നത്? നാട് കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ പ്രവർത്തനമുണ്ട്. അപ്പോൾ SKN മുഖ്യമന്ത്രിയുടെ ആ വേദിയിൽ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. ചോദ്യം ചോദിച്ചതിൽ തെറ്റില്ല, പക്ഷേ സാഹചര്യവും സ്ഥലവും. തമ്പ്രാ, എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞൊരു വാഴപ്പിണ്ടി ഇല്ല, അല്ലെങ്കിൽ ഞാനൊരു വാഴപ്പിണ്ടി എടുത്ത് കൊടുത്തിട്ട് ഞാൻ അതങ്ങ് വെച്ചോളാൻ പറഞ്ഞാണ്. നട്ടലില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അല്ലേ? ഇതുപോലൊരു അടിമക്കണ്ണേ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റായി. എൻ്റെ രായാവിനോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. രായാവിനത് വിഷമമായി. എന്താ അല്ലേ? ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഓർമ്മ വന്നു. രാഹുൽ മാങ്കൂട്ടം പെരുന്നാൾ ദിനത്തിൻ്റെ അന്ന് പാലക്കാട് പോയിട്ട്, പാലക്കാട് നിന്ന് വരുന്ന വഴിക്ക് റാന്നിയിൽ വെച്ചിട്ട് പഴകുളം മധുവിൻ്റെ റോഡ് ഷോയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തകർ രാഹുലിനെ കണ്ടതും രാഹുലിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ, ആ ഒരു സ്നേഹം കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സങ്കടം തോന്നി. കാരണം ആ ഒരു വ്യക്തി ഇന്ന് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാലക്കാടിൻ്റെ മണ്ണിൽ പാലക്കാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനെ കൊണ്ട് നടക്കുന്ന രാഹുലിനെ നമ്മളിന്ന് കാണാമായിരുന്നു. ആവേശത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തകരെയും അല്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു പോയി. കാരണം അത്രമാത്രം ആ മനുഷ്യനെ ജനങ്ങളെ ഹൃദയത്തിൽ, കാരണം അങ്ങനെ വേണം ഒരു ജനപ്രതിനിധി. ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കണം, ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണല്ലോ കൈ കൊടുത്താലും തോളിൽ കൈയിട്ടാൽ പോലും തട്ടിമാറ്റാതെ അവരുടെ സ്നേഹത്തിനൊപ്പം നിന്ന് കൊടുക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളൊക്കെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഉമ്മൻചാണ്ടിയുടെ അതേ പാതയായിരിക്കും അവരൊക്കെ പിൻപറ്റുന്നത്. ഞാനെന്തായാലും ആ ഒരു വീഡിയോ ഇവിടെ കൊടുക്കാം. കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും. നേരെ മറിച്ച് ഇത് പിണറായി വിജയനൊക്കെയാണ് ഇതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൈ ഇടുന്നവൻ്റെ കൈ തല്ലി പിടിക്കാൻ ആളുകൾ ക്യൂ നിന്നേനെ അവിടെ. നമുക്ക് പിണറായി നമ്മുടെ രാജാവ് വരുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു കിലോമീറ്ററോളം എനിക്ക് തോന്നുന്നു പോലീസും പട്ടാളമായിരിക്കും. ആ പരിസരത്തോട്ടേ നമ്മൾ അടുപ്പിക്കത്തില്ല. വോട്ട് ചെയ്യാനെ കൊണ്ട് നമ്മൾ അടുപ്പിക്കും അല്ലേ, വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിക്കും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂരായണ, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതാണ് ഇവിടെ. എന്തായാലും അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ വെച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കണ്ടല്ലോ, ഇങ്ങനെ വേണം ഒരു നേതാവ്, ഇങ്ങനെ ആയിരിക്കണം ഒരു നേതാവ്. ജനങ്ങളിലെ കൂടെ ജനങ്ങളിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊരു ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് വലിയ കുറ്റമായിട്ടൊന്നും, അത് വീട്ടിൽ പോയി, അത് നല്ലൊരു ഭാഷയായിട്ട് എനിക്ക് തോന്നിയില്ല. നീ വീട്ടിൽ പോയി ചോദിക്കടാ, നീ ആരാടാ എൻ്റെ അടുത്ത് നീ ചോദിക്കാൻ? ഞാൻ രായാവാടാ, നീ വെറും അടിമ, നീ വെറും പ്രജ, ഇറങ്ങി പോടാന്ന് പറയുന്നൊരു ശൈലിയുണ്ടല്ലോ, വീട്ടിൽ പോയി ചോദിക്കടാ ഉള്ളൊരു ശൈലിയുണ്ടല്ലോ, അതാണ് ഇവിടെ കണ്ടത്. എന്തായാലും കൊള്ളാം. ഇനി ഇവിടെ രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിരിക്കുന്നത് പഴയ ഉമ്മൻചാണ്ടി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 2016 കണ്ടാന്ന് തോന്നുന്നു, ഇടുക്കിയിൽ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ആ ഒരു ചോദ്യം എന്തോ ഒരു സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിച്ചാലും മറുപടി പറയുന്നത്. അത് രാഹുൽ പങ്കുവയ്ക്കുന്നുണ്ട് ഫേസ്ബുക്കിനകത്ത്, രാഹുൽ മാങ്കൂട്ടം. അതാണ് ഞാൻ പറയുന്നത്, ഇതുപോലുള്ള കൊള്ളരുതായ്മ കണ്ടു കഴിഞ്ഞാലും നട്ടലോടുകൂടി പ്രതികരിക്കുന്ന ഒരു നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ വേറെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന വേറെ ആരുടെയെങ്കിലും പ്രൊഫൈൽ എടുത്ത് നോക്കി, പ്രതിപക്ഷ നേതാവിൻ്റെ, ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് പോലും കണ്ടില്ലെന്ന് നടിച്ച് കളയുന്ന കേസുകളാണ്. പ്രതികരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. എന്നാലും ഉമ്മൻചാണ്ടിയെ പറ്റിയിട്ട് രാഹുൽ പങ്കുവെച്ച ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വയ്ക്കാം. അതിനകത്ത് ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് ജനങ്ങളെയും കേൾക്കും, ജനങ്ങൾക്ക് പറയാനുള്ളതും കേൾക്കും, ജനങ്ങളുടെ ഒരേ ഒരു ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊരു വീഡിയോ കൂടെ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയും ചിരിച്ചുകൊണ്ട്, അത്രയും സ്നേഹത്തോടു കൂടി ആ ഒരു ചോദ്യം ഉൾക്കൊണ്ട് അതിന് മറുപടി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഇതും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. ആ ഒരു വാർത്തയും കൂടെ രാഹുൽ പങ്കുവച്ച അതേ വീഡിയോ തന്നെയാണ്, അതിൻ്റെ വാർത്തയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CMA ഒരു ചോദ്യമെന്ന് പറഞ്ഞ ആളോടാണ് മുഖ്യമന്ത്രിയുടെ ഈ വിധത്തിലുള്ള പ്രതികരണം. കോന്നി തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് വേദി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളൊരു
ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയൊക്കെ ഞാൻ ഓർത്തു പോവാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യണം. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഉരുളക്കുപ്പേരി രീതിയിൽ നല്ല ചുട്ട മറുപടി കൊടുക്കാനും പ്രതികരിക്കാനും, അല്ലാതെ വായടച്ച് മിണ്ടാതെ ഞാനൊരു പ്രതിപക്ഷ നേതാവാണ്, ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇനി എന്ത് വിചാരിക്കും, അല്ലെ പോട്ടെ ഞാൻ ഇനി വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും MLA മന്ത്രി ആരോ ആയിക്കോട്ടെ, ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വല്ല ആളുകൾ വല്ലതും തെറ്റിദ്ധരിക്കുമോ, എനിക്ക് വോട്ട് കുറയുമോ എന്നൊന്നും ചിന്തിക്കാതെ നട്ടല് പണയം വയ്ക്കാതെ നട്ടലോടുകൂടി ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ആളെ ആയിരിക്കണം നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള ആളെയാണ് നമുക്ക് ആവശ്യം, നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വേണ്ടത്. ഏത് പ്രസ്ഥാനമാണെങ്കിലും, ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും, ഒരു പ്രസ്ഥാനം മാത്രം ഞാൻ പറയുന്നില്ല, ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ചങ്കൂറ്റത്തോടെ ഉള്ളതുപോലെ പറയാനും കൊള്ളരുതായ്മ കാണുമ്പോഴത്തേക്ക് അതിനോട് പ്രതികരിക്കാൻ നട്ടലുള്ള നേതാക്കളെയാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഉറപ്പായിട്ട് തിരിച്ച് വരിക തന്നെ ചെയ്യണം, തിരിച്ചെടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും രാഹുലിനെ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉറപ്പായിട്ട് എന്തായാലും ഒരു പ്രതിഷേധം ആയിട്ട് തന്നെ കൂട്ടിയാൽ. ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കുന്നത് വരെ എൻ്റെ ഒരു പ്രതിഷേധം കാണും. അപ്പം എന്നെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, രാഹുലിനെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വീഡിയോ കാണുന്ന. അവരൊക്കെ ഒരു സപ്പോർട്ടുണ്ടല്ലോ, അവരെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും എൻ്റെ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കും തിരിച്ചെടുക്കുന്നത് വരെ. സീറ്റോ കൊടുത്തില്ല, ആ വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിയെങ്കിലും തകർത്ത് കളയാതെ ആ വ്യക്തിയെ തിരിച്ചെടുക്കാനുള്ളൊരു ഇതെങ്കിലും കാണിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ സീ